ഏതാ ഏതാടാ? നല്ല പേരല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമല്ലേടാ അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, അതുപോലെ പ്രസ് മീറ്റ് വരുന്നു അല്ലേ? നമ്മൾ തന്നെ എപ്പോഴും എത്ര കാണുന്നു, നീ ചോദ്യം ചോദിക്കുന്നു, ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. തീരുന്നില്ല, അങ്ങനെ ഒരുപാടുണ്ട്. ഇനി കുറച്ചധികം ഉണ്ട്. തീരും എന്നേക്കായി തീരും അല്ലെങ്കിൽ ഏത് അല്ല ഇനിയിപ്പം എനിക്കൊന്ന് ദിലീപന്റെ പ്രിൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രിൻസിന്റെ ഫാമിലി, അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവുക എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പൊ തുടങ്ങാൻ സോഫിയ വീക്കെൻഡിന്റെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തുടങ്ങാനിരിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ബബ്ബ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളുണ്ട് ഇനി വരാനിരിക്കുന്ന. കോപ്പങ്ങള്, അങ്ങനെ കേസ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ലെന്ന് കേൾക്കില്ല. അങ്ങനെയല്ല, ബാക്കി അതൊക്കെ ഒരു ഫെയിറ്റ് അല്ലേ സിനിമ. അതിൻ്റെ സക്സസും ഫെയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ, നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ്. ഇപ്പം ബബ്ബ ഞാൻ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പ്രിൻസും അതുപോലെ തന്നെ ആയിരുന്നു. ദിലീപേട്ടനോട് അല്ലെങ്കിൽ ഇപ്പം ചെയ്ത പടങ്ങളാണ്. അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്, വലിയ സിനിമകളാണ്. ഹോപ്പ്ഫുള്ളി നന്നായി വരുന്നതായിരിക്കും. ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും മറ്റേ കമന്റുകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. എപ്പോഴേലും പൊതുവേ നോക്കാറില്ല, എന്നാലും നോക്കാറൊക്കെ ഉണ്ട്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ നമ്മള് പടം വരുന്നു, എന്നെ അങ്ങനെ വ്യക്തിഹത്യൊന്നും ചെയ്യാറ്. എന്നെ കൂടുതലായിട്ട് തന്നെ ബോംബ് സ്റ്റാർ, പടക്കം, അതൊക്കെയല്ലേ പറയുന്നത്. പടം പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എന്നുവെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം. നാളെ നല്ല പടം വരില്ല എന്നല്ലല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ വരുമല്ലോ. പിന്നെ അപ്പം ധ്യാൻ നടനെ മറ്റുള്ള നടന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും. ഉള്ള പോലെ പറയുന്നത്, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്നുള്ള മൈൻഡാവും. ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും, ഈ പടം നിങ്ങൾ കാണണ്ടയോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഒരു നടനാണ്. ഐഡി എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ്? ഞാൻ കൃത്യമായിട്ട് കാണണ്ടേ എന്ന് നല്ലത് ഞാൻ പറയാറില്ല. എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട്. ചിലത് ക്ലൂ കിട്ടും ആൾക്കാർക്ക്. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക്, കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക്, എന്നെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അറിയാം. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അവർ കുറച്ചുപേരൊക്കെ എൻ്റെ അടുത്ത് നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് പേരൊക്കെ അവരൊക്കെ എന്നോടൊന്ന് ചോദിക്കും. അവരോടൊക്കെ ഞാൻ പേഴ്സണലി പറയും. അതിൽ ഞാൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മാറിയേക്കുമ്പോൾ പറയാം.